വൈകുണ്ഠാധിപതിയാകുന്ന ശ്രീ മഹാവിഷ്ണു തൻ്റെ ദശാവതാരങ്ങളിൽ 8ാമത്തെ അവതാരമാകുന്ന ശ്രീരാമചന്ദ്രനായി അവതരിക്കാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അതിനുള്ള കാലം ആഗതമായിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അവതാര ലക്ഷ്യ പൂർത്തീകരണത്തിനായി, അദ്ദേഹത്തെ സഹായിക്കുന്നതിനായി വിഷ്ണുതുല്യരാകുന്ന ഒരു കൂട്ടം ജീവനുകളെ സൃഷ്ടിക്കുവാൻ ബ്രഹ്മദേവൻ തീരുമാനം കൈക്കൊള്ളുന്നു. കൂടാതെ മാനസപുത്രന്മാരോടും പ്രജാപതികളോടും അത്തരം ജീവനുകളെ സൃഷ്ടിക്കുവാൻ തയ്യാറായാലുമെന്ന് നിർദ്ദേശിക്കുന്നു. അങ്ങനെയുള്ളവർ മായാവിചാരം, ശൗര്യം, മാരുതതുല്യ വേഗം, നീതിബോധം, വിഷ്ണുതുല്യ പരാക്രമം, ഉപായജ്ഞാനം, സിംഹതുല്യ ശരീരം, സർവായുധ പരിചയം എന്നീ ഗുണങ്ങൾ ഒത്തുചേർന്നവർ ആകണം. അവരുടെ പിറവിക്കായി ധാരാളം ഉത്തമ അപ്സര സ്ത്രീകളും ഗന്ധർവന്മാരും നിയോഗിതരാകട്ടെ എന്ന് ബ്രഹ്മദേവൻ നിർദ്ദേശിക്കുന്നു. അങ്ങനെ പിറവികൊള്ളുന്ന വംശത്തിലെ ശ്രേഷ്ഠരാകുന്നു വാനരന്മാർ. അവർ അങ്ങനെ കേൾവി കേൾക്കും. അവരുടെ കുലം വിശ്വവിഖ്യാതമായ വാനരകുലം എന്നറിയപ്പെടും എന്നുള്ള ബ്രഹ്മദേവന്റെ വാക്കുകൾ പാരാകെ മുഴങ്ങി. അങ്ങനെ ആ വിധാതാവിൻ്റെ വാക്കുകൾ ശ്രവിച്ച സിദ്ധന്മാർ, വിന്ധ്യാധരന്മാർ, ചാരണന്മാർ, ഉരഗോത്തമന്മാർ, മുനിമാർ എന്നിവർ എല്ലാം ചേർന്നുകൊണ്ട് കാനനത്തിൻ്റെ ഉള്ളറകളിൽ വിശിഷ്ടരായ വാനര ശ്രേഷ്ഠന്മാരെ സൃഷ്ടിച്ചു. അങ്ങനെ അവരുടെ മഹാസൃഷ്ടിയിൽ പിറന്ന സന്താനങ്ങളാകുന്നു ദേവേന്ദ്രതുല്യനാകുന്ന വാനരരാജൻ ബാലിയും അദ്ദേഹത്തിൻ്റെ ഇരട്ട സഹോദരനായി ഉജ്ജ്വല തേജസ്സോടുകൂടി സൂര്യപുത്രനാകുന്ന സുഗ്രീവനും, ദേവഗുരു ബൃഹസ്പതിയിൽ നിന്നും താരനും, കുബേരപുത്രനായി പിറന്ന ഗന്ധമാദനും, കൂടാതെ മഹാബുദ്ധിമാനാകുന്ന നളനും, വിശ്വകർമ്മ സുതനാകുന്ന സുധാനുവും, അഗ്നിപുത്രനായി നീലനും, തന്നെയുമല്ല സൂര്യസുതരാകുന്ന അശ്വനീ ദേവന്മാരിൽ നിന്നും മൈഥനും ദ്വിനനും, വരുണപുത്രനായ സുഷേണനും, കൂടാതെ മഹാവീരൻ ഭക്തഹനുമാനായി സാക്ഷാൽ മഹാദേവനും പിറന്നു. ഇവരുടെയെല്ലാം വഴികാട്ടിയായി ബ്രഹ്മദേവന്റെ ഗർജനത്തിൽ നിന്നും ഇവർ ഏവർക്കും മുൻപേ തന്നെ പിറവികൊണ്ട സാക്ഷാൽ ജാമ്പവാനും. അങ്ങനെ ലക്ഷോപലക്ഷം വാനര സന്താനങ്ങൾ പിറന്നു. അവർ അജല സദൃശ്യന്മാരും ഗജതുല്യരും ആകുന്നു. ഏത് ദേവാംശമാകുന്നുവോ അവർ അതുപ്രകാരം തന്നെ അതത് ദേവന്മാരുടെ സർവഗുണങ്ങളും തികഞ്ഞവരായിരുന്നു അവർ. വാനര ശ്രേഷ്ഠന്മാരുടെ സൃഷ്ടികർമ്മങ്ങൾ എല്ലാം തന്നെ നിറവേറ്റിയിരിക്കുന്നു. ഇനി അവരിലെ വംശം നിലനിർത്തുവാൻ തുണയാകുന്ന വാനര സ്ത്രീജനങ്ങളുടെ സൃഷ്ടി അത് ഇപ്രകാരമാകുന്നു. ശ്രേഷ്ഠകളാകുന്ന അപ്സരസുകൾ, നാഗകന്യകകൾ, ഗന്ധർവ സ്ത്രീകൾ, വിദ്യാധര സുന്ദരികൾ എന്നിവർ കാമസ്വരൂപികളാകുന്ന കൂടാതെ മഹാബലശാലികളുമായി വാനര സ്ത്രീകൾ പിറവികൊണ്ടു. അങ്ങനെ പിറവികൊണ്ട വാനര ശ്രേഷ്ഠരുടെ മുഖ്യ ആയുധം അവരിൽ തന്നെ നൽകിയിരുന്നു. അതവരുടെ ദ്രംഷ്ടകളും നഖങ്ങളും ആയിരുന്നു. അവർ കല്ലും മലയും നിറഞ്ഞ പ്രദേശങ്ങളിൽ അടരാടി. അങ്ങനെ പർവ്വത പ്രദേശത്തും ഗിരികന്ധരങ്ങളിലും പാർത്തു. അങ്ങനെ രാമദർശനം, രാമസേവനം എന്ന തങ്ങളുടെ ജന്മലക്ഷ്യം നിറവേറ്റുന്നതിനായി അവർ ജീവിച്ചു.